ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ. ഇന്ന് നമ്മൾ വീണ്ടും 3 പീസ് സെറ്റിന്റെ കളക്ഷനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഗീവ് അവേയുടെ കാര്യവും ആരും മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ ഒരു സോറി പറയുകയാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഗീവ് അവേയുടെ ഡേറ്റ് അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വിട്ടുപോയതാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് എന്തായാലും നമ്മൾ ഗീവ് അവേയുടെ ഡേറ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക. അതുപോലെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ടുള്ള 24 hours കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി നമുക്ക് അയച്ചു തരിക. ഇത്രമാത്രം ചെയ്താൽ മതി നമ്മൾ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇന്ന് എന്തായാലും വീഡിയോയ്ക്ക് ഇടയിൽ നമ്മൾ ഡേറ്റ് കൂടി അനൗൺസ് ചെയ്ത് തന്നെ പോകും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ വയ്യ. ഇന്നലത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഹാൻഡ് വർക്ക് കുർത്തീസിൻ്റെ കളക്ഷൻസ് ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിലിനി കുറച്ച് പീസസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ. സൈസ് പല പല സൈസിലുള്ളതാണ്. അപ്പം കുറച്ച് പീസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമുക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഉടനെ തന്നെ നമ്മൾ ആ ഐറ്റം കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു ഐറ്റമാണ് ഇതും നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഐറ്റമാണ്. അപ്പം ഇതൊരു 3 പീസ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. പിങ്കും നമ്മൾ ഒനിയൻ പിങ്ക് കൂടി ചേർന്നിട്ട് വരുന്ന കളറാണ് വരുന്നത്. അതിലൊരു വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. ഇത് ടോപ്പ് ലെങ്ത് വരുന്നത് 43 ആണ്. സ്ലീവ് ലെങ്ത് വരുന്നത് 16 ആണ്. ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് 40 ആണേ. ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ. ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ. അപ്പം ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആവുന്നതെന്ന് വെച്ചാൽ ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ സൈസും എല്ലാ പ്രിന്റിലും നമുക്ക് ഡബിൾ എക്സൽ അവൈലബിൾ ആവുന്നില്ല. ഇതിൽ ചില പ്രിന്റിൽ മാത്രമേ ഡബിൾ എക്സൽ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളൂ. ഒരു പക്ഷേ ടാഗ് ഡബിൾ എക്സലിൻ്റെ ഉണ്ടെങ്കിൽ പോലും ചിലത് നമുക്ക് എക്സലിൻ്റെ സൈസേ കിട്ടാറുള്ളൂ. അപ്പോൾ അത് ഞാൻ കറക്റ്റ് വീഡിയോയിൽ പറഞ്ഞു തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ ദുപ്പട്ടയുടെ 2 സൈഡിലായിട്ട് ഒരു ലേസ് വർക്ക്, ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൂടി വരുന്നുണ്ട്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പ്രിന്റ്, ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു നല്ല എന്താ പറയാ, പ്രിന്റഡ് ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. സെക്കൻഡ് വരുന്നത് ഈ കളറാണേ. ഒരു നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. അതായത് ഒരു പീകോക്ക് ബ്ലൂ പോലെ ഉള്ള ഷെയ്ഡാണ്. നല്ല ഡാർക്ക് കളറാണ്. ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. പ്രിന്റഡ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. ഒരു വൈറ്റ് പോൾക്കാ ഡോട്ട് പോലെയാണ് വരുന്നത്. സൈഡിലായിട്ട് ഇങ്ങനെ ഫ്ലവറിന്റെ പ്രിന്റാണ് വരുന്നത്. നല്ല ലെങ്തും വിട്ടും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ട തന്നെയാണ്. ഇത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, സ്ലിറ്റഡ് ടോപ്പാണ്. ലെങ്ത് ഒക്കെ ആവശ്യത്തിന് നമുക്ക് ലെങ്ത് ഒക്കെ ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാണേ. ഇങ്ങനെ വരും. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ ഞാൻ ഈ കാണിക്കുന്ന ഈ കളേഴ്സിലെല്ലാം നമുക്ക് ലാർജും എക്സലുമാണ് അവൈലബിൾ ആവുന്നത്. ഇതാണ് ബോട്ടം വരുന്നത്. അതായത് നമുക്ക് ഡബിൾ എക്സലും ടാഗ് വരുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഡബിൾ എക്സലിന്റെ സൈസ് ചിലപ്പോൾ ശരിയാവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതായത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ്. ഇതെല്ലാം നമുക്ക് ലാർജും എക്സലിലും ഒക്കെ അവൈലബിൾ ആണ്.
ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇങ്ങനെയാണ്. അതിങ്ങനെ നല്ലൊരു പ്രിന്റിലാണ് വരുന്നത്. നല്ല ഫ്ലോയിൽ കിടക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ ദുപ്പട്ട. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണേ. ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇത് ഇത്രയും എന്താണ് കളറിൽ മാറ്റം വരുന്നത്. കളറിൽ മാത്രമാണ് മാറ്റം വരുന്നത്. പ്രിന്റ് എല്ലാം ഒരേപോലെ തന്നെ കേട്ടോ. ഇതെല്ലാം ലാർജും എക്സലും ആണ് അവൈലബിൾ ആവുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഒരു പിങ്ക് ആണ് ഷെയ്ഡ്. ഇത് നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് വരുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് മെഷർമെന്റ് ചോദിച്ചാൽ മതിയാവും. മെഷർമെന്റ് പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. അതായത് നമ്മൾ ടാഗ് ചിലതിൽ, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരുമ്പോൾ ടാഗ് ഉണ്ടായിരുന്നാലും ചിലപ്പോൾ സൈസ് അത്രയും വരണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഓർഡർ പ്ലേസ് ചെയ്യുമ്പം ഒന്ന് മെഷർമെന്റ് ചോദിച്ചിട്ട് പ്ലേസ് ചെയ്താൽ മതി. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ്. അതുപോലെ തന്നെ ബോട്ടവും ഇങ്ങനെ ഗ്രേ ഷെയ്ഡും ബ്ലാക്കും വൈറ്റും ഒക്കെ ചേർന്നിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനൊരു പ്രിന്റിലാണ് വരുന്നത്. ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു ഫിനിഷിങ് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഒനിയൻ പിങ്ക് ആണ്. ഡാർക്ക് ഒനിയൻ പിങ്ക് ആണ്. ഇത് പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആവുന്ന കളറാണ് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന ടൈമിൽ തന്നെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും മിസ്സാവാതിരിക്കും. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ബോട്ടത്തിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 40 ആണ്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. ദുപ്പട്ടയുടെ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് കളർ വന്നിട്ട് വീണ്ടും ഒരു ഗ്രേ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ് കേട്ടോ ടോപ്പ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ്. നല്ലൊരു ഭംഗിയുള്ള ദുപ്പട്ടയാണ്. നെക്സ്റ്റ് കളർ വന്നിട്ട് അതെന്തുകൊണ്ട് ഗ്രേ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന കളറാണ്. അത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ്. ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഒരു പീക്കോ ഗ്രീൻ പോലത്തെ കളറാണ് കേട്ടോ. ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതെല്ലാം ഒരു അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കളറ്. ഒരു ഗ്രീൻ ഷെയ്ഡാണ്.
ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും. ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും. നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ്. ഇതൊന്നും നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിന്റെ റേറ്റ് പോലും ആവുന്നില്ല. ഇങ്ങനെ വരും. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരും. ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ. വീണ്ടും ഒരു നല്ലൊരു കളറാണ്. പീക്കോ ഗ്രീൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വരും. ഇതെല്ലാം നമുക്ക് സൈസ് അവൈലബിൾ ആവുന്നത് ലാർജും എക്സലും ആണ്. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും. നെക്സ്റ്റ് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത്. ഒരു ബോട്ടിൽ ഗ്രീനും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള പ്രിന്റാണ് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും. നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു ഡാർക്ക് പിങ്ക് ആണ് വരുന്നത്. ഒരു ഡാർക്ക് പിങ്ക് ആണ് വരുന്നത്. നമുക്ക് വീഡിയോസിൽ ഒരു റെഡ് പോലെയാണ് കാണുന്നത്, പക്ഷെ ഇത് റെഡ് അല്ല, പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വരുന്നത് ഇതാണ്. നല്ലൊരു പർപ്പിൾ കളറാണ് വരുന്നത്. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് നല്ലൊരു ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ്. പ്രിന്റ് മാറ്റമാണ്. അപ്പൊ ഇനി ഞാൻ അങ്ങോട്ട് കാണിക്കുന്ന ഇതില് സൈസില് എക്സലും ഡബിൾ എക്സലും, ലാർജും എക്സലും ഡബിൾ എക്സലും ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും. 43 ആണ് കേട്ടോ ലെങ്ത് വരുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും. ഇതൊരു നിങ്ങൾക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാരണം ഇതിന്റെ ഒരു കളർ കണ്ടോ, ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ആ ബ്ലൂ ഷെയ്ഡിന്റെ ആണ് ടോപ്പും വരുന്നത്. ടോപ്പിൽ നമുക്ക് കറക്റ്റ് കളർ അറിയാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു ബ്ലാക്ക് പ്രിന്റ് ഇങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെ കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ബോട്ടത്തിന്റെ കളറാണ് ടോപ്പും വരുന്നത്. ഈ ദുപ്പട്ടയുടെ കളറും സെയിം ആണ്. ഇങ്ങനെ വരും ദുപ്പട്ട. ഇതിൽ നമുക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. നെക്സ്റ്റ് കളർ ഇതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. ഇങ്ങനെയാണ്. ഈ ബോട്ടത്തിന്റെ കളർ നിങ്ങൾക്ക് നോക്കുമ്പോൾ ടോപ്പിന്റെ കളർ അറിയാൻ പറ്റും. ഒരു ചിക്കു ഷെയ്ഡ് പോലത്തെ കളറാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത്.
നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു ഗ്രേ ആണ് ഷെയ്ഡ് വരുന്നത്. ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും. ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ. ബോട്ടത്തിന്റെ ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. ഈ ഗ്രേ ഷെയ്ഡാണ് നമ്മുടെ ടോപ്പിൽ വന്നിട്ടുള്ള കളറും. ദുപ്പട്ട ഇങ്ങനെ വരും. അപ്പം നിങ്ങൾ എല്ലാവരും എന്താ പറയുക, ഗീവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കുക. മാക്സിമം എല്ലാവരും പങ്കെടുക്കാൻ നോക്കുക. ഗീവ് അവയുടെ ഡേറ്റ് ഞാൻ ഇപ്പോൾ പറയുവാണ് കേട്ടോ. ഇന്നലെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ ഗീവ് അവേ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഫെബ്രുവരി 1-നാണ് കേട്ടോ. അടുത്ത കളർ വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. ഫെബ്രുവരി 1-ന് നമ്മളെ വീഡിയോയുടെ കൂടെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗീവ് അവേ നടത്തിയതുപോലെ തന്നെ ആയിരിക്കും, നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം എല്ലാവരും, ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, വീഡിയോ കാണുന്ന എല്ലാവരും ഗീവ് അവേയിൽ പങ്കെടുക്കാൻ നോക്കുക. ഇതിന്റെ ബോട്ടം ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ ഒരു പിങ്ക് ആണ് ഷെയ്ഡ്. ടോപ്പും പിങ്ക് ആണ് കളർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.